ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഓർഡർ വന്നൊരു കേക്കാണ്. അപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെ കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാത്ത ഒരാളാണ്. പക്ഷേ ഇത് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഹോം ബേക്കേഴ്സിനൊക്കെ അറിയാൻ പറ്റുമായിരിക്കും നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ട്, എത്രത്തോളം റിസ്ക് എടുത്ത്, എത്രത്തോളം നമ്മൾ ഇതിനോട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതൊരു കേക്കാക്കി എടുക്കുന്നതെന്ന്. അതുണ്ടാക്കി ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും അതറിയാൻ പറ്റും. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് ഇതെല്ലാം നമുക്ക് വെറുതെ കിട്ടുന്നതല്ല, നല്ല വില കൊടുത്ത് വാങ്ങുന്നതാണ്. ഒരു കേക്കിൻ്റെ ക്രീമിനും സാധനങ്ങൾക്കും എല്ലാത്തിനും അതിനനുസരിച്ചുള്ള നല്ല നല്ല റേറ്റ് കൊടുത്ത് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കാൻ പെടുന്ന കഷ്ടപ്പാട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ. എന്നോട് ഈ കേക്ക് ഓർഡർ ചെയ്ത ആൾ ഇന്ന് രാവിലെയാണ് ഓർഡർ ചെയ്യുന്നത്. അതായത് വൈകിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇന്ന് രാവിലെയാണ് ഓർഡർ ചെയ്യുന്നത്. അതും ഈ ഒരു കേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ പോയി നമുക്ക് അന്നേരം വാങ്ങി കൊണ്ടുവന്ന് ബേക്ക് ചെയ്ത് കൊടുക്കാനുള്ള സമയവുമില്ല. അതുകൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് കിട്ടിയ, അതായത് മോശം സാധനമല്ല കേട്ടോ, അമുലിൻ്റെ കോമ്പൗണ്ടാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ഇരട്ടി വില കൊടുത്ത് മേടിച്ചു. അതായത് ഞാൻ സാധാരണ മേടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ കൊടുത്ത് ഈ ഒരു കേക്കിന് വേണ്ടി ഞാൻ മേടിക്കേണ്ടി വന്നു. ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ പിന്നെ എൻ്റെ ഒരിതിന് അവർക്ക് ഞാൻ സാധാരണ കൊടുക്കുന്നതിനേലും 100 രൂപ കുറച്ചാണ് ഞാൻ ഈ കേക്കിൻ്റെ വില പറഞ്ഞത്. എന്നിട്ട് എന്നോട് അവർ പറഞ്ഞു ഇതിന് ഡിസൈനൊന്നും വേണ്ട, 3-4 ഫെറാറോ റോസ്റ്റർ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഇതിലും ഭേദം ഞാൻ ഡിസൈൻ വെക്കുന്നതായിരുന്നു ഗൈസ് നല്ലത്. കാരണം ഈ കേക്ക് ഞാൻ കൊടുത്തപ്പോൾ ഇവരെന്നോട് ചോദിക്കുകയാണ്, ഞാൻ റേറ്റ് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ റേറ്റ് ഇതല്ലല്ലോ, പിന്നെ എങ്ങനെ 200 രൂപ കൂടുതൽ വന്നു. 200 രൂപ കൂടുതൽ പറയാൻ എനിക്കെൻ്റെ ആരുടെയുമല്ല, ഈ ഫെറാറോ റോഷർ തരുന്ന കടക്കാരൻ എൻ്റെ ആരുമല്ല, എനിക്ക് ഫ്രീ ആയിട്ട് ഈ സാധനം തരത്തുമില്ല. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് എന്താണ് ആളുകൾ വിചാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ഇത്രയും വില കൂടിയ ചോക്ലേറ്റ്സൊക്കെ നമ്മൾ അതിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുകയും വേണം, ഇതിൻ്റെ ഒന്നും പൈസ തരാനും കഴിയില്ല. അപ്പോൾ അത് നമ്മൾ വില പറയുമ്പോൾ ഇവർ നമ്മളോട് ചോദിക്കുവാണ്, അപ്പോൾ ആ വിലയല്ലേന്ന്. കേക്കിൻ്റെ റേറ്റ് വേറെ, അതിൽ വെക്കുന്ന സാധനങ്ങളുടെ വില വേറെ. കാരണം ഇതൊന്നും നമുക്ക് വെറുതെ കിട്ടുന്ന സാധനങ്ങളല്ല. അതെന്തായാലും ഓർഡർ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കൂ. ഇതുപോലുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും ഹോം ബേക്കേഴ്സിനൊക്കെ ഉണ്ടായിട്ടെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.